Hello, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഷോ ദാറ്റ് ദ സീരീസ് 1 - 1 + 1 - 1 ഈസ് നോട്ട് കൺവേർജൻറ്റ്. നോട്ട് കൺവേർജൻറ്റ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ nth ടേം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റത്തെ -1 ആണ്, സെക്കൻഡ് -1 + 1 -1 അങ്ങനെ ഓൾട്ടർ ചെയ്ത് പോവാണ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ ഓഡാവുമ്പോൾ 1ഉം nth ടേം എടുക്കുമ്പോൾ അതുപോലെ എന്നിൻ്റെ വാല്യൂ ഈവൻ ആകുമ്പോൾ -1ഉം ആ രീതിയിലാണ് nth ടേം എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് n → ∞ an എടുത്തു കഴിഞ്ഞാൽ രണ്ടും ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് അല്ലേ, 1ഉം -1ഉം മാറി മാറി വരുന്നതുകൊണ്ട് ആ ലിമിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ലിമിറ്റ് n → ∞ an ഡസൻറ്റ് എക്സിസ്റ്റ്, ഇത് എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ nth ടേം ടെസ്റ്റ് ഫോർ ഡൈവേർജൻസ് യൂസ് ചെയ്താൽ nth ടേമിൻ്റെ ലിമിറ്റ് തന്നെ എക്സിസ്റ്റ് ചെയ്യണില്ല. അത് ≠0 ആണെങ്കിലും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണില്ലെങ്കിലൊക്കെ സെയിം ഇഫക്റ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് nth ടേം ടെസ്റ്റ് ഫോർ ഡൈവേർജൻസ് യൂസ് ചെയ്ത് നമുക്ക് ദ സീരീസ് ഈസ് നോട്ട് കൺവേർജൻറ്റ് എന്നുള്ളത് പറയാം. അടുത്തത് ഷോ ദാറ്റ് സിഗ്മ n = 1 to ∞ -n/2n + 5 ഡൈവേർജസ്. അവിടെ നമുക്ക് nth ടേം ടെസ്റ്റ് അപ്ലൈ ചെയ്ത് തന്നെ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾ സ്റ്റെപ്സ് ആയിട്ട് എഴുതിയിട്ട് ചെയ്താൽ മതി. ഇതിൽ nth ടേം എടുത്തിട്ട് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ≠0 എന്നുള്ളത് കിട്ടും. ഒരു വാല്യൂ ആണ് അവിടെ കിട്ടുക, ≠0 എന്നുള്ളത് കിട്ടും. അപ്പോൾ ≠0 ആയതുകൊണ്ട് ഡൈവേർജൻസ് ടെസ്റ്റ് യൂസ് ചെയ്ത് ദ ഗിവൺ സീരീസ് ഡൈവേർജസ് എന്ന് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അടുത്ത പ്രോബ്ലം ഷോ ദാറ്റ് ദ സീരീസ് സിഗ്മ n = 1 to ∞ 1 - n / 1 + 2n ഡൈവേർജസ്. സെയിം തന്നെ nth ടേം ടെസ്റ്റ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. an എടുക്കുക, an = 1 - n/1 + 2n ആണ് വരുന്നത്. മുകളിലും താഴെയൊന്നും ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും ഒരു n ഔട്ട്സൈഡ് എടുത്തിട്ട് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ബാക്കി നമുക്ക് 1/n - 1 / 1/n + 2 ആണ് കിട്ടുക. അതിൻ്റെ ലിമിറ്റ് എടുക്കുക. ലിമിറ്റ് n → ∞ an എടുത്തു കഴിഞ്ഞാൽ കാൽക്കുലേഷനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് -1/2 എന്നാണ് ആൻസർ കിട്ടുക, വിച്ച് ≠0. അപ്പോൾ nth ടേമിൻ്റെ ലിമിറ്റ് non-zero വാല്യൂ ആണ്. therefore nth ടേം ടെസ്റ്റ് ഫോർ ഡൈവേർജൻസ് യൂസ് ചെയ്താൽ ദ ഗിവൺ സീരീസ് ഡൈവേർജസ് എന്ന് പറയാനായിട്ട് പറ്റും. അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് കൺവേർജൻറ്റ് സീരീസ് ആണ്. അപ്പോൾ നമുക്ക് സിഗ്മ an = a എന്ന് തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ സീരീസ് കൺവേർജൻ്റ് ആണ്, അതിൻ്റെ സമ്മ് a ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ സിഗ്മ bn = b എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സെക്കൻഡ് സീരീസ് ഓൾസോ കൺവേർജൻറ്റ് സീരീസ് ആൻഡ് സമ്സ് = b എന്നാണ് തന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് an + bn എന്ന് പറയുന്ന സീരീസ് എടുത്തിട്ടുണ്ടെങ്കിൽ സിഗ്മ an + bn ഓൾസോ കൺവേർജസ് ആൻഡ് ഇറ്റ് കൺവേർജസ് ടു ദ സം a + b. a + b എന്ന് പറയുന്നത് an-ൻ്റെ സമ്മും bn-ൻ്റെ സമ്മും ആയിരുന്നു. അപ്പോൾ സം ഓഫ് ദ സീരീസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ സീരീസ് ഓൾസോ കൺവേർജൻറ്റ് ആൻഡ് ഇറ്റ് കൺവേർജസ് ടു ദ സം a + b. അതുപോലെ ഡിഫറൻസ് ഓഫ് ടു സീരീസസ് എഗെയിൻ ഒരു സീരീസ് ആയിരിക്കും, അത് കൺവേർജൻ്റ് ആയിരിക്കും, അതിൻ്റെ സം എന്ന് പറയുന്നത് a - b ആയിരിക്കും. അതുപോലെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എഗെയിൻ ഒരു സീരീസ് ആയിരിക്കും, അതും കൺവേർജൻ്റ് ആയിരിക്കും, അതിൻ്റെ സമ്മ് k × a ആയിരിക്കും. സിഗ്മ k an-ൻ്റെ സമ്മ് k a ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള റൂൾസ് സീരീസിൻ്റെ കൺവേർജൻസിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അടുത്ത പ്രോബ്ലം ഫൈൻഡ് ദ സം ഓഫ് ദ സീരീസ് സിഗ്മ n = 1 to ∞ 3n - 1 - 1 / 6n - 1. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് ചെയ്യുന്ന പ്രോബ്ലം ആണ്. ഇതിനെ നമുക്ക് 3n - 1 - 1 / 6n - 1 എന്നാണ് തന്നിരിക്കുന്നത്. അതിനെ നമുക്ക് രണ്ട് ടേമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ രണ്ട് സീരീസിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാനായിട്ട് പറ്റും. നോക്കി, 3n - 1 / 6n - 1 രണ്ടിൻ്റെയും പവർ n - 1 ആണ്. അപ്പോൾ ദ ഹോൾ n - 1 എഴുതി 3ഉം 6ലും ക്യാൻസലേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കി ഉണ്ടാവുക 1/2n - 1 ആണ്. ഓക്കെ, അപ്പോൾ അത് ഒരു ടേം. പിന്നെ ഇവിടെ ബാക്കി ഉണ്ടാവുക -1/6n - 1. അങ്ങനെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് സീരീസുകളുണ്ട്. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ സിഗ്മ n = 1 to ∞ 1/2n - 1 സിഗ്മ n = 1 to ∞ 1/6n - 1. അപ്പോൾ ഡിഫറൻസ് റൂളാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. ഇത് നോക്കി, ഇതൊരു ജോമെട്രിക് സീരീസ് ആണ് അല്ലേ. അപ്പോൾ ഇതിന് n-ന് ഫസ്റ്റ് വാല്യൂ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ടേം 1 വരും, കോമൺ റേഷ്യോ 1/2 വരും. ഇതും അതെ, ഇതും ഒരു ജോമെട്രിക് സീരീസ് ആണ് വിത്ത് ഫസ്റ്റ് ടേം = 1 ആൻഡ് കോമൺ റേഷ്യോ 1/6.
അപ്പോൾ രണ്ടിലും 1/2 ആയാലും ശരി 1/6 ആയാലും ശരി കോമൺ റേഷ്യോ മോഡ് r ഈസ് ലെസ് ദാൻ 1 ആണ്. മോഡ് r ലെസ് ദാൻ 1 ആണെങ്കിൽ ജോമെട്രിക് സീരീസ് കൺവേർജൻ്റ് ആണ്. മാത്രമല്ല അതിൻ്റെ സമ്മ് a/1 - r ആണ്. അപ്പോൾ ഫസ്റ്റ് വണ്ണിൻ്റെ സമ്മ് 1/1 - 2, സെക്കൻഡ് വണ്ണിൻ്റെ 1/1 - 1/6. അപ്പോൾ അത് കാൽക്കുലേഷനൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടുന്നത് 4/5 എന്നാണ്. അപ്പോൾ അതൊരു ഫൈനൈറ്റ് വാല്യൂ ആയതുകൊണ്ട് ഗിവൺ സീരീസിൻ്റെ സമ്മ് ഗിവൺ സീരീസ് കൺവേർജസ് ആൻഡ് ഓൾസോ ഇറ്റ് സം ഇസ് ഈക്വൽ ടു 4/5. ഓക്കെ. അപ്പോൾ അതുപോലെ വേറൊരെണ്ണം show that the series sigma n equal to 1 to infinity 4/2 raised to n - 1 converges. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ യൂസ് ചെയ്ത് ചെയ്യാം. സിഗ്മ n equal to 1 to infinity 4/2 raised to n - 1ൽ 4 ഔട്ട്സൈഡ് എടുക്കുക. അപ്പോൾ 4 ഇൻറ്റു സിഗ്മ n equal to 1 to infinity 1/2 raised to n - 1 വരും. ഇത് 1/2 raised to n - 1 എന്നുള്ള സീരീസ് ജോമെട്രിക് സീരീസാണ്. അതുമാത്രമല്ല 1/2 ആയതുകൊണ്ട് ലെസ് ദാൻ 1 ആണ്, അതുകൊണ്ട് അത് കൺവേർജൻ്റ് ആണ്. അതിന് സമ്മ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ സമ്മും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു ഫൈനൈറ്റ് വാല്യൂ കിട്ടും. ദെർഫോർ ദ ഗിവൺ സീരീസ് കൺവേർജസ്. ഓക്കെ. അപ്പോൾ ഇതിവിടെ മുഴുവനും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. നിങ്ങളതൊരു പ്രോബ്ലം ആയിട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ജസ്റ്റ് എഴുതി വെച്ചിട്ടേ ഉള്ളൂ സീരീസ് കൺവേർജസ്. നിങ്ങൾ അതിൻ്റെ സ്റ്റെപ്സും കൂടി ഇതിനിടയിൽ ആഡ് ചെയ്യുക. അപ്പോൾ കുറേ പ്രോബ്ലംസ് ചെയ്തതല്ലേ, അപ്പോൾ അതൊന്ന് തന്നെ ചെയ്ത് നോക്കാം. അടുത്തത് show that the series sigma n equal to 1 to infinity 2/n into n plus 1 minus 4/3 raised to n is convergent and find its sum. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൽ നോക്കി, ഫസ്റ്റ് ടേം 2/n into n plus 1 ആണ്. സെക്കൻഡ് 4/3 raised to n ആണ്. അപ്പോൾ ആദ്യം ഈ ഒരു സീരീസ് ഇത് കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ആയിട്ട് എടുക്കാം. 2 എന്നുള്ളതിനെ ഔട്ട്സൈഡ് എടുത്തിട്ട് ബാക്കിയുള്ളത് സീരീസ് കൺസിഡർ ചെയ്യാം. അപ്പോൾ അത് ആദ്യം ആ ഒരു ടേം മാത്രം ഒന്ന് ആദ്യം ചെയ്ത് നോക്കാം. സിഗ്മ n equal to 1 to infinity 1/n into n plus 1 എന്നുള്ള ആ ഒരു ടേം an എന്നുള്ള ടേം എടുത്തു. ആ സീരീസാണ് എടുക്കണമെങ്കിൽ അതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് 2 ലീനിയർ ടേംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. ഡിനോമിനേറ്ററിനെ 2 ലീനിയർ ടേംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും യൂസിങ് പാർഷ്യൽ ഫ്രാക്ഷൻ. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ ഒരു ടെലിസ്കോപ്പിംഗ് സീരീസ് വരുന്ന സമയത്ത് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്ത് 2 ലീനിയർ ടേംസ് ആയിട്ട് ഡിനോമിനേറ്ററിൽ 2 ലീനിയർ ടേംസ് വരുന്ന രീതിയിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. അപ്പോൾ അത് എങ്ങനെ എഴുതേണ്ടതെന്ന് നിങ്ങൾക്കറിയാലോ. a/n പ്ലസ് b/n പ്ലസ് 1 എടുത്ത് എയും ബിയും ഫൈൻഡ് ചെയ്തിട്ടൊക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ മുമ്പ് ഒരു പ്രോബ്ലത്തിൽ ചെയ്തതായതുകൊണ്ട് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങളിതിൻ്റെ ബ്രാക്കറ്റിൽ ആ സ്റ്റെപ്സ് എഴുതിയിടുക കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇവിടെ നമുക്ക് സിഗ്മ n equal to 1 to infinity 1/n minus 1/n plus 1 എന്ന് എഴുതാനായിട്ട് പറ്റിയത്. അപ്പോൾ ഇത് ചെയ്ത് വരുമ്പോൾ നമുക്കറിയാം ഈ സമ്മ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഈ സമ്മ് ചെയ്ത് വരുമ്പോൾ ഓക്കെ. അപ്പോൾ ഇത് ഓൾറെഡി നമ്മളിതിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് മുമ്പൊരു പ്രോബ്ലത്തിൽ. ടെലിസ്കോപ്പിംഗ് സീരീസ് പഠിച്ച സമയത്ത് ഇതിൻ്റെ സമ്മ് 1 ആണ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. 1 minus 1/n plus 1 വന്നിട്ട് ഇത് 1 ആണ് എന്ന് നമ്മൾ ഈ പ്രോബ്ലത്തിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സെയിം തന്നെ അങ്ങോട്ട് എഴുതിയാൽ മതി. ആ സ്റ്റെപ്സ് അവിടെ ഇൻക്ലൂഡ് ചെയ്യണം. എക്സാമിന് എഴുതുമ്പോൾ ഇത് മുഴുവൻ എഴുതണം കേട്ടോ. ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ അത് മുമ്പ് ചെയ്തിരിക്കുന്ന കാരണം കൊണ്ട് അതിൽ നിന്ന് നോക്കിയിട്ട് ഇങ്ങോട്ട് എഴുതിയാൽ മതി. അപ്പോൾ അത് നിങ്ങൾ ചെയ്യണം. അത്രയും ഭാഗം നിങ്ങൾ ഫില്ല് ചെയ്യണം. എന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ അവിടെ എഴുതേണ്ടത്. അപ്പോൾ ഈ സീരീസിൻ്റെ സമ്മ് 1 ആണ് എന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്ത സീരീസ് എടുക്കാം. സിഗ്മ n equal to 1 to infinity 4/3 raised to n. ഇതെന്താ 4 പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 4 വെച്ചിട്ട് 4 ഉള്ളിൽ തന്നെ കിടന്നോട്ടെ, 4/3 ഫസ്റ്റ് ടേം ആയിട്ട് എടുത്തിട്ടുള്ള ജോമെട്രിക് സീരീസ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. 4/3 ഫസ്റ്റ് ടേമും അതുപോലെ കോമൺ റേഷ്യോ 1/3 വരുന്ന ജോമെട്രിക് സീരീസാണിത്. അപ്പോൾ കോമൺ റേഷ്യോ 1/3 ആയതുകൊണ്ട് തന്നെ ഇത് കൺവേർജൻ്റ് ആണ്. അതിൻ്റെ സമ്മ് a/1 - r എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അത് 2 ആണെന്ന് കിട്ടും. അതിൻ്റെ സമ്മ് 2 ആണെന്ന് കിട്ടും. അപ്പോൾ ടോട്ടലുള്ള നമ്മുടെ ഈ സീരീസിൻ്റെ സമ്മ് എടുക്കുമ്പോൾ ഇതിൽ നിന്ന് 2 ഔട്ട്സൈഡ് എടുത്താൽ ബാക്കിയുള്ളവരുടെ സമ്മ് 1 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് 2 × 1 കിട്ടും. പിന്നെ ഈ സീരീസിൻ്റെ മൊത്തത്തിലുള്ള സമ്മ് 2 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് 2 കൊടുക്കുക. അപ്പോൾ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ മൊത്തത്തിൽ ഈ ടേമിൻ്റെ ഈ സീരീസിൻ്റെ nth ടേം എടുത്ത് നമ്മൾ അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 0 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ nth ടേം 0 ആയതുകൊണ്ട്
nth ടൈം അല്ല സം ഈക്വൽ ടു 0 എന്നാണ് കിട്ടുന്നത്. സോറി, nth ടൈം അല്ല, സം ഈക്വൽ ടു 0 എന്നാണ് കിട്ടുന്നത്. 0 എന്നുള്ളതൊരു ഫൈനൈറ്റ് വാല്യൂ ആണ്. അപ്പോൾ സമ്മ് 0 ആയതുകൊണ്ട് കൺവേർജൻ്റ് ആണെന്നുള്ളതും സം ഈക്വൽ ടു 0 എന്നുള്ളതും നമുക്ക് എഴുതാനായിട്ട് പറ്റും. nth ടൈം അല്ലാട്ട് ഇവിടെ യൂസ് ചെയ്തത് ഞാൻ തെറ്റി പറഞ്ഞതാണ്. ഓക്കെ, അപ്പം സം ഈക്വൽ ടു 0 എന്നുള്ളത് പറയാം. അതുപോലെ തന്നെ കൺവേർജൻ്റ് എന്നുള്ളതും ഇവിടെ പറയാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഇനി എക്സസൈസിൽ അതിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. എല്ലാം സീരീസിൻ്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യാനുള്ള പ്രോബ്ലംസും അതുപോലെ അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസുമാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇതിലെ 2-3 ടൈപ്പ് സ്പെഷ്യലായിട്ട് വരുന്നത് ജോമെട്രിക് സീരീസ്, ടെലിസ്കോപ്പിംഗ് സീരീസ്, പിന്നെ ആ തിയറംസ്, നമ്മൾ ആ പറഞ്ഞ തിയറംസൊക്കെ യൂസ് ചെയ്തിട്ട് അപ്പർ ബൗണ്ടിൻ്റെ നമ്മുടെ ഹാർമോണിക് ഫംഗ്ഷൻ അപ്പർ ബൗണ്ടിൽ ഹാർമോണിക് സീരീസ് അപ്പർ ബൗണ്ട് ആ തിയറം യൂസ് ചെയ്യുന്ന പ്രോബ്ലം ആയിരുന്നു. പിന്നെ ജോമെട്രിക് സീരീസ് വെച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റ് ചെയ്തത്. പിന്നെ വന്നത് nth ടൈം ടെസ്റ്റ് ഫോർ ഡൈവേർജൻസ്. അത്രയും കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഈ പ്രോബ്ലംസ് എല്ലാം നമ്മൾ ചെയ്യുന്നത്. ഈ എക്സസൈസിൽ നിന്ന് 4-5 ക്വസ്റ്റ്യൻ വീതം എല്ലാ സെക്ഷനിൽ നിന്നും ചെയ്ത് നോക്കുക. ഓക്കെ.